ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക് കോച്ചാട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ 16th മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ലെങ്തിയുള്ള ഇൻട്രൊഡക്ഷൻ ആയിപ്പോയി, ക്ഷമിക്കുക. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ എല്ലാ ലെവലും ബ്രേക്ക് ചെയ്ത് S3ക്ക് താഴെയായിരുന്നു നിഫ്റ്റി ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്ന് മുകളിലോട്ട് കയറിപ്പോയി. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ പ്രകാരം നിങ്ങൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാർ കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രൊഫൈൽ വരുന്നത് വളരെയധികം ഒരു ട്രെൻഡ്, നമുക്കൊരു നെഗറ്റീവിൽ നിന്ന് നിൽക്കുന്ന ട്രെൻഡിനെ ഒരു നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം പറയുകയാണെങ്കിൽ ഇതിനെ പറയും നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ എന്നാണ്. പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോങ് ബിൽഡപ്പ് ആയ ഒരു പ്രൊഫൈലാണ് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൊഫൈൽ ഇന്നലെ വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റി തന്നത്. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് പി ഷേപ്ഡ് പ്രൊഫൈലാണ്. നോർമൽ വേരിയേഷൻ അപ്ഡേ പി ഷേപ്ഡ് പ്രൊഫൈൽ. സോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ തന്നത് ഷോർട്ട് കവറിങ്ങിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പറയുന്നത്. ഞാൻ അത് കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ലെവലും പൊട്ടി താഴേക്ക് ഓപ്പൺ ചെയ്ത് അവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്തത്. ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് സ്ട്രക്ചർ ആണ് ക്യാൻഡിൽ സ്റ്റിക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റിക്കും ഏകദേശം പറഞ്ഞ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഒക്കെയാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് താഴേക്ക് ഇറങ്ങി അടിച്ച് പണ്ടാറിറങ്ങി പോകും, മഗ് താഴേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു പൊതുവേ മാർക്കറ്റിൽ വന്നത്. എല്ലാവരും പുട്ടെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പുട്ടെടുക്കാൻ നോക്കി. ഞാനും കുറച്ച് പുട്ട് ക്യാരി ചെയ്യുന്നുണ്ട്, പക്ഷെ ആ പുട്ടൊക്കെ എടുത്ത് 22 ഉച്ചയ്ക്ക് 2:30 മണിക്കൊക്കെ അടുപ്പിച്ചേക്കാണ് ആ പുട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്. സോ എന്നെ സംബന്ധിച്ച് സ്പ്രെഡ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ആ ഒരു ഇനീഷ്യൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരെയാണെങ്കിൽ ആ ഒരു ചാൻസ് കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇറാൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഒരു ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാക്സിമം പോയ ഇറാൻ വളരെയധികം ഫൈറ്റിംഗ് രീതിയിലേക്കും അങ്ങോട്ട് മിസൈൽ ആക്രമണം കൊടുത്ത് വളരെയധികം ഒരു വേൾഡ് വാർ കണ്ടീഷൻ 3 എന്ന് പറഞ്ഞ രീതിയിലേക്കൊക്കെയാണ് മാർക്കറ്റ് ഇപ്പം പെർഫോം ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1.71% ഡൗണിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതേപോലെ നാസ്ഡാക്ക് ഏകദേശം 1.31% ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. S&P മിനിയും ഏകദേശം പറയുകയാണെങ്കിൽ 1.16. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഡൗ ജോൺസ് നല്ലൊരു 1.7ലും ബാക്കിയുള്ള എല്ലാം കുറച്ച് 1% മുകളിലൊക്കെ ഒരു ക്ലോസിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് അല്ലെങ്കിൽ ഒരു വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആയ സമയത്ത് 2 മണിയൊക്കെ ആയ സമയത്ത് ഇറാന്റെ ആൾക്കാർ അവിടുത്തെ ഫോഴ്സ് പറഞ്ഞേക്കുന്നത് ഈ ഫിസൈൽ സീസസ് ഫയർ, നമ്മളും വേണമെങ്കിൽ ഫയർ സീസ് ഫയർ ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ്, ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിക്കാന്നൊക്കെ രീതിയിലൊക്കെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലുള്ള പൊസിഷൻ സൈസിങ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എൻട്രിയും നമ്മുടെ പൊസിഷൻ സൈസിങ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വ്യക്തമായ രീതിയിലേക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ക്യാൻഡിൽ സ്റ്റിക്ക് പറയുന്നതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഗ്യാപ്പ്, ബിഗ് ഗ്യാപ്പ് ടോൺ ബുള്ളിഷ് ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് പോയി. ബാങ്ക് നിഫ്റ്റിയും ബുള്ളിഷ് ക്യാൻഡിൽ ബിഗ് സൈഡ് ക്യാൻഡിൽ ആദ്യത്തെ അരമണിക്കൂറിന്റെ ഹൈക്ക് മുകളിലൊക്കെയാണ് മാർക്കറ്റ് പോയി. ചുരുക്കി പറഞ്ഞാൽ നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും ആ രീതിക്കാണ്. പ്രത്യേകിച്ച് പറയുന്നത് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്ക നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ പേടിച്ചു, കാരണം തിരിച്ച് മാർക്കറ്റ് ഒക്കെ ഇറങ്ങി ആ ഗ്യാപ്പ് 24,852 ആണ് ഗ്യാപ്പ്. 757 വരെയൊക്കെ ഹൈ പോയിട്ട് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പേടിയൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ല, പക്ഷെ തിരിച്ച് മാർക്കറ്റ് ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. നമുക്ക് നോക്കേണ്ട നാളത്തെ ലെവൽ ഇന്നത്തെ BOC പ്രകാരം വെച്ച് നാളത്തെ മാർക്കറ്റ് ലെവലിലേക്ക് പോകും. ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കേണ്ട അടുത്ത് 24,000 വരുമെന്ന് വെച്ചുള്ള തമിഴിൽ കൊടുത്തേക്കുന്നത് വരുമോ അങ്ങനെ ചോദിക്കും. പ്രൊവൈഡഡ് എന്നെ സംബന്ധിച്ച് 24,000 വരെയുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റി എവിടെ വരണം, നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. നിഫ്റ്റി നമ്മുടെ ഈ കഴിഞ്ഞ 12 മെയ്യുടെ 24,400 അല്ലെങ്കിൽ 24,400 എന്നാണ് ഈ ഒരു ലോ. 24,376 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,012 എന്ന് പറഞ്ഞ ഈ POC 12 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്ത് 24,000 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,376 എന്ന് പറഞ്ഞ 398 എന്ന് പറഞ്ഞ ഈ POC 8 മെയ്യുടെ അല്ലെങ്കിൽ 8 മെയ്യുടെ ഈ POC താഴെ പൊട്ട് 24,396 എന്ന് പറഞ്ഞ ഈ POC പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു POC 24,318 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറേ വ്യൂസിൽ കിടപ്പുണ്ട്. സോ അവനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,000 പൊട്ടുകയാണെങ്കിൽ മാത്രം 54,785, അത് പൊട്ടുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു 9th മെയ്യുടെ POC ആയ 53,620. സോ 54,785 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ചെറിയൊരു സപ്പോർട്ട് 54,450 ഭാഗത്തുണ്ട്. എന്നാൽ കൂടി അത് എനിക്ക് തോന്നുന്നു അത് പൊട്ടുകയാണെങ്കിൽ ഈ 53,623 അല്ലെങ്കിൽ 630-40 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് 630 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബെയറിഷ് ട്രജക്ടറി വർക്ക് ആവണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും 12th മെയ്യുടെ ആ ഒരു 12th മെയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാന്റെ ആ യുദ്ധത്തിന്റെ ആ ബ്രഹ്മിന്ന സമയത്ത് നമ്മൾ പറയും എല്ലാം നിർത്തി സീസ് ഫയർ എന്ന് പറഞ്ഞുള്ള മണ്ടേ നല്ല ഗ്യാപ്പ് ഒക്കെ ഒന്നല്ലോ, ആ ദിവസത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനും നിഫ്റ്റിയിൽ 24,000 എത്തുവാനും ബാങ്ക് നിഫ്റ്റിക്ക് 54,000 53,672 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കാൻ ഇതൊരു എന്താണ് പൊസിഷണൽ വ്യൂ അല്ലെങ്കിൽ ഒരു ഓവറോൾ വ്യൂ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കേണ്ട നാളത്തെ മാർക്കറ്റിന്റെ ലെവൽ എന്താണ്, ഏതൊക്കെ ലെവൽ പൊട്ടിയാൽ ഇങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നമുക്ക് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,760 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,684 നിഫ്റ്റിയുടെ നമ്മുടെ POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാണ്. നിഫ്റ്റിയിൽ എന്താണ് 24,684 നിഫ്റ്റിയുടെ POC. 24,684 ആണ് നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തിരുന്നു. 24,684 POC വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ S1 S2 ഒക്കെ നല്ല ഗ്യാപ്പിന് ഓപ്പണിംഗ് വന്നത് എല്ലാം താഴേക്കാണ് വന്നത്. സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 24,760 ആണ്. 24,760 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കോപ്പികൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ നോക്കേണ്ട 24,760 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറേ ടാർഗറ്റുകളുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ വരും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,760 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ എങ്ങോട്ട് പോവാം. നിഫ്റ്റിയിലെ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 24,823 എന്ന് പറഞ്ഞ ഹൈയുടെ ഭാഗത്തേക്ക് പോയി 24,823 24,823 ഭാഗത്തേക്ക് നിഫ്റ്റി പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ R2 എന്ന നിലയിൽ എവിടം വരെ പോവാം. 24,900 ഭാഗത്തേക്കും പോകും. 24,900 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പോട്ടിന് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് വേറെ റഫറൻസ് പൊട്ടിയാൽ എങ്ങോട്ടൊരു നമുക്ക് നോക്കണമല്ലോ, താഴേക്ക് വരണം. കാരണം ഇത് കുറേ ലെവലിൽ കിടപ്പുണ്ട് പൊട്ടാൻ വേണ്ടി. ഇനി നമ്മളെ ഫ്രഷ് സെല്ലിംഗ് എന്ന് നിങ്ങൾ പറയുമ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,590 24,590 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഇനി ഫ്രഷ് സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ് 24,590 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ഫ്രഷ് സെല്ലിംഗ് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഫ്രഷ് സെല്ലിംഗ് വരെയാണെങ്കിൽ ഈ ഒരു A പീരീഡിന്റെ സിഗ്നലിന്റെ ഭാഗത്ത്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് 24,590 താഴെ നിൽക്കുകയാണെങ്കിൽ 24,500 ഭാഗത്തേക്ക് 24,500 ഭാഗത്തേക്ക് R1 വരാനും S1 വരാനും 24,500 ഭാഗത്തേക്ക് സപ്പോർട്ട് 1ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എവിടം വരെ പോവാം. ചുരുക്കി പറയാൻ അത് താഴെ നിൽക്കുകയാണെങ്കിൽ 24,000 അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 24,520 ഭാഗത്ത്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് 24,520 ആണ്. 24,520 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും 520 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,455 ഭാഗത്തേക്ക് 24,455 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എത്രയാണ് 24,394 ആ ഭാഗം 24,394 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 24,394 ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ നമ്മളെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് 24,760 ബുള്ളിഷ് റഫറൻസ്, 24,590 ബെയറിഷ് റഫറൻസ്. 24,760 മുകളിൽ 5 മിനിറ്റ് ചാർട്ട് നിൽക്കുകയാണെങ്കിൽ 24,823 24,900 ഭാഗത്തേക്ക് വരാനും ഇല്ല. 24,590 പൊട്ടുകയാണെങ്കിൽ 24,520 24,455 24,394 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്.
ഇനി നമുക്ക് നോക്കേണ്ടത് ആശാൻ, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആശാൻ. സോ ആശാൻ ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെയാണ് നിന്നത്. ആശാൻ വളരെയധികം വലിയ മെച്ചവും തന്നില്ലെങ്കിൽ കൂടി ആശാൻ അവിടെ തന്നെ നിന്നു. ആശാൻ ബാങ്ക് നിഫ്റ്റി ആശാന്റെ POC വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,526 ഭാഗത്താണ് POC. അപ്പൊ ആദ്യം ഞാൻ POC മാർക്ക് ചെയ്യുക. എത്രയാണ്? 55,526. 55,526 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. 55,526 ആണ് ബാങ്ക് നിഫ്റ്റി POC. അത് ഞാൻ മാർക്ക് ചെയ്ത് വരും. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് 55,747 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ബുള്ളിഷ് ഉള്ളൂ. അത്രയാണ് 55,747 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് റഫറൻസ് നിങ്ങൾ എടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും? അതല്ലേ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 55,000 എത്രയാണ്? 55,860. 55,860 ഭാഗത്തേക്ക് പോകും. 860 ആണ് ഫസ്റ്റ് 55,900. 55,900 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ R2 എന്ന് പറയുമ്പോൾ അടുത്ത വരുന്നത് 56,269 ഭാഗത്തേക്കും പോകും. 56,260. നമ്മളെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ POC ആണ്. 56,263 ഭാഗത്തേക്ക് R2 പോകും. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടം വരെ പോകും? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,747 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റി 55,900 അതിനു മുകളിൽ 55,263 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ മനസ്സിലോർത്തോളുക. 55,350 താഴെ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ബെയറിഷ് റഫറൻസ് ഉള്ളൂ. 55,350 താഴെ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കാം. ആ സെല്ലിംഗ് ഫസ്റ്റ് നമ്മൾ ഏതുവരെ പോവാം? 55,140 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ ലോ ആ ഭാഗത്തേക്ക് പോവാം. 55,140 ഭാഗത്തേക്ക് പോവാനും 55,140 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്തത് വരുന്നത് എത്രയാണ്? 51 അടുത്ത വരുന്നത് എഴുതുന്ന 54,800 എന്ന് പറഞ്ഞാൽ നമ്മുടെ POC ഉണ്ട് 54,800. ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ S1ഉം S1 S2 തമ്മിൽ കുറച്ച് ഡിഫറൻസ് കൂടുതലാണ്. അതേപോലെ R1 R2 തമ്മിൽ കുറച്ച് ഡിഫറൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 55,900 പൊട്ടുകയാണെങ്കിൽ വീണ്ടും 56,263 ഭാഗത്തേക്ക് പോകും. S1 പൊട്ടുകയാണെങ്കിൽ S2 ആയ 54,800 ഭാഗത്തേക്ക് ഷാർപ്പ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റിന്റെ ഇത് കാരണം മാർക്കറ്റിൽ ഹെവി ഫ്ലക്ച്വേഷൻ വരുന്നതുകൊണ്ട് ലോട്ട് സൈസ് മാനേജ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസ്ക് കഴിവതും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇന്ന് നമ്മുടെ രണ്ട് കാലത്തും ഈവനിങ്ങിലുള്ള വെബിനാർ നടന്നായിരുന്നു. നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. സോ അവരോടത്തൊക്കെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടെ പറയണേ, എനിക്കൊരു ഓൺലൈൻ കോഴ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ല. ഞാനൊരു ട്രേഡ് ലൈവ് ഒരു പ്രോഗ്രാം മാത്രമേ വയ്ക്കുന്നുള്ളൂ. അതൊരു 6 മാസത്തെ ഒരു മെന്റർഷിപ്പ് പോലെ അല്ലെങ്കിൽ 1 ഇയറിന്റെ ഒരു മെന്റർഷിപ്പ് പോലെയാണ് ആ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ നിങ്ങൾ വീഡിയോ കാണുക. ചാടിക്കറി വലിയ രീതിയിലുള്ള ട്രേഡൊന്നും ഈ വിവാഹ വരവൊന്നും നല്ല രീതിയിൽ പുട്ടെടുക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കാന്നൊക്കെ പ്രതീക്ഷിക്കാൻ വച്ചോ, നല്ലത് തന്നെയാണ്. പക്ഷേ അതിന്റെ അകത്തുള്ള വലിയ രീതിയിലുള്ള പൊസിഷൻ സൈസിങ് എടുത്ത് പണി പിടിച്ച് വാങ്ങാതിരിക്കാൻ നോക്കുക. അപ്പം വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.